ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട്കട്ട് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റണ ആപ്ലിക്കേഷനാണിത്. ഇതിൽ കുറേ നല്ല വീഡിയോ എഫക്ട്സുകളുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനും ഹൈ ക്വാളിറ്റിയിൽ തന്നെ അത് ഷെയർ ചെയ്യാനും പറ്റും കേട്ടോ. എനിക്ക് ഷോർട്ട്കട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാനും സാധിക്കും. ഇഷ്ടമെങ്കിലൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് കീൻവയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സൂപ്പർ ഫുഡാണ് ഇത്. വെയിറ്റ് ലോസിനും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വരാതിരിക്കാനും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുമാത്രമല്ല, ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തിയാക്കി വെക്കാനും ഇത് സഹായിക്കും. കീൻവയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മിക്ക സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടും ഒക്കെ കീൻവ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. എന്നിട്ടിത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1.5 കപ്പ് ഇഡ്ലി റവയാണ്. ഇതും നമുക്ക് ഓൺലൈനായിട്ടും മിക്ക സൂപ്പർ മാർക്കറ്റിലും തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇഡ്ലി റവ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ. ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇഡ്ലി റൈസ് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ ഇഡ്ലി റവയൊക്കെ കുതിർന്ന് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്. ഇതും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 5 മണിക്കൂർ നേരം കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഇഡ്ലി റവയും കീൻവയും ഉഴുന്നും ഒക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് തൊലിയുള്ള ഉഴുന്നല്ലേ, കുതിർന്ന് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതായി ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. 1/4 കപ്പ് നല്ലോണം തണുപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കണത്. നമ്മളിവിടെ റെഡിയാക്കുന്നത് കീൻവ കൊണ്ടുള്ള ഇഡ്ഡലിയാണ്. നമ്മളിതാ ഇതുപോലെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉഴുന്നൊക്കെ അരച്ചെടുക്കുവാണെങ്കിൽ മാവൊക്കെ നല്ലോണം ഫെർമെൻ്റായി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ ആദ്യമേ ഉഴുന്നിലേക്ക് ഒത്തിരി വെള്ളമൊന്നും ചേർത്തിട്ട് അരച്ചെടുക്കരുതേ. കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതിയല്ലോ. ഈ ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന കീൻവയും ഉലുവയുമാണ്. ഇനി ഇതും നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊക്കെ കൂടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ലി റവയില്ലേ, അതാണ്. നമ്മൾ ഇഡ്ലി റവയൊക്കെ കുതിർത്ത് വെക്കണ സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കരുതേ. ഇനിയിപ്പോൾ വെള്ളമൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കണതും നമ്മുടെ ഈ മാവ് നല്ലപോലെ ഫെർമെൻ്റായി കിട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ ഈ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ മാവ് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 8 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഓരോ സ്ഥലത്തെ തണുപ്പൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിലും വ്യത്യാസം വരാം. ഞാൻ രാത്രിയിലാണ് കേട്ടോ ഈ മാവ് അരച്ച് വെക്കണത്. കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് നമ്മുടെ ഈ ഒരു ഇഡ്ഡലിയിലേക്കുള്ള ഇഡ്ഡലിപ്പൊടി കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. നിങ്ങളുടെ കയ്യിൽ മുഴുവനോടെയുള്ള ഉഴുന്നാണെങ്കിൽ അതെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ, ഈ ഒരു പാകമായാൽ മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് കടലപ്പരിപ്പാണ്. ഇനി കടലപ്പരിപ്പും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം ഇതിലേക്ക് കണ്ടോ, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റൊക്കെ കഴിയണ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ.
ഒത്തിരി സമയമൊന്നും എടുക്കില്ല, 1-2 മിനിറ്റൊക്കെ തന്നെ മതിയാകും. അപ്പോഴേക്കും തന്നെ കടലപ്പരിപ്പിൻ്റെ ഷെയ്ഡൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ടാവും. ദാ ഇത്രയും മതി. ഇനി ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ്. ഇതും നമുക്കിനി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതാ നമ്മൾ ഈ ചേർത്തിട്ടുള്ള എള്ളിൻ്റെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇപ്പോൾ ഒട്ടും സമയമൊക്കെ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതാ ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ലേ, ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇഡ്ഡലിപ്പൊടി. ഇനി വേറൊരു രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നതെന്നും കൂടെ നോക്കാം. ഇതിനായിട്ടും ഒരു പാനിലേക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പാണ് ചേർക്കണത്. ഇതും ഇനി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതാ ഉഴുന്നിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിത്തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് ചേർക്കണത് 6 അല്ലി വെളുത്തുള്ളിയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും കടലപ്പരിപ്പും വെളുത്തുള്ളിയൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ദാ ഈ ഒരു രീതിയിൽ ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കി നോക്കണേ. ഇങ്ങനെ ചെയ്താലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കണത് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞി സംശയം ഉണ്ടാവും, വെളുത്തുള്ളിയൊക്കെ ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയൊക്കെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ധൈര്യമായിട്ട് തന്നെ ചേർത്തോളൂ, ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതാ നമ്മുടെ ഈ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിതാ ഇതുപോലെ ഇഡ്ഡലിപ്പൊടിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിതാ ഈ പൊടി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിതാ ഇതുപോലെ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അരിയും കൂടെ ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അരി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കിയില്ലേ, അതേ ജാറിലേക്ക് തന്നെ ഇതും നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഇഡ്ഡലിപ്പൊടിയിലെ ഇത് പെട്ടെന്നൊന്നും കേടുവരില്ല. കുറേ നാളത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ഈ ഇഡ്ഡലി റെഡിയാക്കണത് ഇഡ്ഡലി പാത്രത്തിലല്ല കേട്ടോ. അതാ കണ്ടോ, ഇതുപോലത്തെ ഒരു മൺപാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഓവൻ്റെ ഒപ്പം കിട്ടുന്ന ഗ്രില്ലില്ലേ, അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് നനച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ തുണി റൗണ്ടിലൊന്ന് കെട്ടിക്കൊടുത്താൽ തന്നെ മതി. ഇതാ നമ്മൾ ഇതുപോലെ മൺപാത്രത്തിലൊക്കെ വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കുവാണെങ്കിൽ അതൊന്നും കൂടെ ഹെൽത്തി ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഇതുപോലെ ആവിയൊക്കെ വന്ന് തുടങ്ങണ സമയത്ത് ഈ മാവിൽ നിന്നും കുറച്ചതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാവും കൂടെ ഇതാ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി പരത്തി കൊടുക്കുകയൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ കണ്ടോ ഇതുപോലെ കുറച്ച് ഇഡ്ഡലിപ്പൊടിയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. 5 മിനിറ്റൊക്കെ തന്നെ മതിയാകും. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇഡ്ഡലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണതുകൊണ്ട് വെന്ത് വരണ സമയത്ത് കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അതായത് ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ വേവിച്ചിട്ടെടുക്കാം. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. ഇത് കഴിക്കാനായിട്ട് നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള ഇഡ്ഡലിപ്പൊടിയില്ലേ, അത് തന്നെ മതിയാകും. കീൻവയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി മിക്കവർക്കും തന്നെ അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ഇഡ്ഡലി തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്